പാലാ നഗരസഭയിൽ ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം. ഇടതുപക്ഷ ഭരണ മുന്നണിക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി തദ്ദേശ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർക്കാണ് പ്രതിപക്ഷ നേതാവ് ബിജു പാലുപടവൻ നോട്ടീസ് നൽകിയത്. കേരള കോൺഗ്രസ് എം, CPIM കൗൺസിലർമാർ നോട്ടീസിൽ ഒപ്പിട്ടു. ഭരണസഖ്യമായ UDF സ്വതന്ത്ര സമിതിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായതിന് പിന്നാലെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കോൺഗ്രസ് കൗൺസിലർമാർ ഭരണസഖ്യത്തിന് പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെയാണ് അവിശ്വാസ നീക്കം. DYFI സമ്മേളനത്തിന് കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് വിട്ടു നൽകിയത് സംബന്ധിച്ച് കൗൺസിലിനുണ്ടായ തർക്കമാണ് പിന്തുണ പിൻവലിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. DYFIക്ക് വേണ്ടി ഒത്തുകളിച്ച ദിയ ബിനു പുളിക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അംഗീകരിക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ പൊതുവികാരം. അവിശ്വാസ പ്രമേയം പരിഗണിക്കുന്ന തീയതി ഉടൻ തീരുമാനിക്കും. 26 അംഗ കൗൺസിലിൽ UDF 13, LDF 12, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന പ്രതികളുടെ ഹർജികൾ ഇടക്കാല ഉത്തരവിനായി ഹൈക്കോടതി മാറ്റി. 1-ാം പ്രതി പൾസർ സുനി ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയാണ് മാറ്റിയത്. ഹീനമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും 1-ാം പ്രതി കുറ്റക്കാരനാണെന്ന് വിചാരണ കോടതി കണ്ടെത്തിയിട്ടുണ്ടെന്നും നടി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കരുതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന അപ്പീൽ കോടതിയുടെ പരിഗണനയിലാണെന്നും പൾസർ സുനി കൊടും ക്രിമിനലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച 1 മാസം തികയും മുമ്പ് പ്രതി വീണ്ടും മറ്റൊരു കേസിൽ പ്രതിയായി. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി.